ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടവും വളരെ പെട്ടെന്നും തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരം ബാക്കി വന്ന ഇഡ്ഡലി വീട്ടിൽ കാണും, അത് വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു 1/4 കപ്പ് പനീർ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ 2 മുതൽ 3 വരെ ഇഡ്ഡലി, അത് രണ്ടും ഏകദേശം ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത്, ഇഡ്ഡലിയും പനീറും. നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക്, പിന്നെ മല്ലിയില, ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ കസൂരി മേത്തി ഇടുന്നു, ഉപ്പ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗരം മസാലയൊക്കെ ഇടുകയും ചെയ്യാം. നന്നായിട്ട് കുഴച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നത് മൈദയല്ല, ഗുലാബ് ജാമുൻ്റെ മിക്സാണ് ചേർക്കുന്നത്. ഇത് വീട്ടിൽ തയ്യാറാക്കിയ മിക്സാണ്. കടയിൽ വേണമെങ്കിൽ അതും ചേർക്കാം. അതിൻ്റെ മിക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇത് നമ്മളിപ്പോൾ പിടിക്കുമ്പോൾ നല്ല ബോളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 2 മുതൽ 3 4 ടേബിൾ സ്പൂൺ പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇത് നല്ല ചൂടെണ്ണയിൽ പൊരിച്ചെടുക്കുക. ആദ്യം ഒരു ചെറിയ ഉരുള ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉരുള പൊട്ടുന്നില്ല എന്ന് കൺഫേം ആയതിന് ശേഷം ബാക്കിയുള്ള പകുതി ഉരുളകൾ ചേർത്ത് വറുത്തെടുക്കുക. ഉരുളകൾ ചേർത്തതിന് ശേഷം തീയുടെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് കുറയ്ക്കുക, ഇല്ലെങ്കിൽ അകം വേഗത്തില്ല. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പൊരിച്ചെടുക്കുക. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ബോൾ ഏകദേശം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നമ്മൾ ആഡ് ചെയ്ത ഗുലാബ് ജാമുൻ്റെ പൗഡർ കറക്റ്റാണ്. ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇത് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക. ഇതിപ്പോൾ പൊടി ഇല്ലെങ്കിൽ മൈദയോ ചേർത്താലും മതി, പക്ഷേ ആ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇത് നന്നായിട്ട് ഗോൾഡൻ കളറാവുമ്പോൾ അത് കോരി മാറ്റി വയ്ക്കുക. അത് ഇതുപോലെ ബാക്കിയുള്ള ഉരുളകളും കൂടെ പൊരിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് ഇപ്പം രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതിൽ ബാക്കി വരികയാണെങ്കിൽ അത് വൈകുന്നേരം കുട്ടികൾക്ക് ഇതുപോലെ എളുപ്പം ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മുറിച്ച് കാണിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും, പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.